ഇപ്പം മണി 11 രാത്രി. ഞാൻ ദോശയും കടലക്കറിയും ഉണ്ടാക്കി. കടലക്കറി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു. ആറ്റുകാൽ കോവിലിൽ പോയി അരമണിക്കൂർ കൊണ്ട് തന്നെ തൊഴുതിറങ്ങി. 8:15 പോയി, 8:30 ആയപ്പോൾ തൊഴുതു. 8:45 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പ്രാർത്ഥിച്ചു, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, എന്നാലും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ക്യൂ പോകണുണ്ടായിരുന്നു. ഇന്നത്തെ കാര്യമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണോ എന്നും അറിയില്ല. പിന്നെ അധികം നിന്നില്ല, നടന്നു വന്നു. കാറ് കയറാൻ നിർത്താൻ പറ്റുന്നിടത്ത് വന്ന് കയറി ഇങ്ങ് പോന്നു. ഭയങ്കര തിരക്കാണ്. കാറ് ഒന്നും അവിടെ ഇടാനൊക്കെ അതൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ക്ഷേത്രത്തിൽ കുറേ പോലീസും അതൊക്കെ ഉള്ളതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തൊഴാനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസിയായി. പിന്നെ വന്നു, ഫുഡ് കഴിച്ചു. ഇനി ടാരോ റീഡിങ് എന്തെങ്കിലും കേൾക്കണം, പഠിക്കാനുണ്ട് കുറച്ച്. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കണം, പഠിക്കാനുള്ള ടാരോ. എന്നിട്ട് കിടന്നുറങ്ങണം. ദോശ കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് പുട്ട് കഴിച്ചിട്ടാണ് പോയത്. എന്നാലും പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ അവിടെ നിന്ന് കുടിച്ചു. എന്നാലും എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നില്ലെങ്കിൽ എനിക്ക് വിശക്കും. ഇന്നിപ്പോൾ സ്നാക്സ് ഒന്നും ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദോശ കഴിച്ചേക്കാം. എന്നിട്ടൊരു കട്ടൻ ചായയും കൊണ്ട് വന്നിട്ടുണ്ട് ദോശയ്ക്കിട്ട. അയ്യോ, അപ്പോൾ ഇതും കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. പ്രതീക്ഷിക്കാതെ ദേവിയെ പോയി തൊഴാൻ വേണ്ടി പറ്റി. അതായിരുന്നു ഇന്നത്തെ ഏറ്റവും നല്ല കാര്യം സംഭവിച്ചതിൽ.